ഞാനിപ്പോൾ ലൈവിൽ വന്ന് നിങ്ങളത് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. നോമ്പ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ആഹാരം കഴിച്ചിട്ട് ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കഴിക്കുന്നതൊക്കെ ചിലപ്പം കവിട്ടി വരാറുണ്ട്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ കണ്ട ജനങ്ങളോടും അധികാരികളോടും സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം മനസ്സിൽ വെച്ചേക്കാൻ അറിയില്ല. ചതിയും വഞ്ചനയും ഇല്ല. നേരായ മാർഗത്തിലൂടെ പോകുന്ന ഒരാൾക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ സ്ഥലത്ത് ഉത്തർപ്രദേശ് യു പിയിലെ ഒരു സംഭവം ഞാനിപ്പോൾ ഫേസ്ബുക്കിലൂടെ കണ്ട് ലൈവ് വീഡിയോ ആണത്. പടച്ചോനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. 15-16 വയസ്സുള്ളൊരു മോളാണ്. ചുരിദാർ ഇട്ടിട്ടുണ്ട്. അമ്മ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ സഹോദരൻ അമ്മയെ പിടിച്ച് ബൈക്കിൽ ഇങ്ങനെ ഇരുത്തി കാണിക്കുമ്പം കുഞ്ഞ് കമന്ന് ഇങ്ങനെ വീഴുന്നു. 16-17 വയസ്സുള്ള നല്ല ഒരു കൗമാരപ്രായമായ ഒരു മോളാണ്. യോഗി ആദിത്യനാഥിൻ്റെ യു പിയിൽ മഹാരാഷ്ട്രയിൽ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ച്. നല്ല മോളാണ്. കയ്യിൽ സൂചി ട്രിപ്പും ഇട്ട് അടയാളം ഉണ്ട്, കുത്തി വെച്ചിട്ടുണ്ട്. ഇവർ ചികിത്സ കൊടുത്തില്ല. സൂചി ഇങ്ങനെ കയറ്റി വെച്ചതേ ഉള്ളൂ. അതിനകത്ത് മരുന്നിറക്കില്ല. വേണ്ട ചികിത്സ കിട്ടാതെ മരിച്ച യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലെ രംഗമാണ് ഞാൻ കണ്ടത്. എനിക്ക് വീഡിയോ കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല. എടുത്ത് നിങ്ങൾക്ക് ഇട്ടുതരാൻ എനിക്കതറിയില്ല. ഫേസ്ബുക്കിലാണ്. എന്താ പറയുക, ഞാൻ എന്നാൽ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഷെയർ ചെയ്തോൽ എൻ്റെ ഫേസ്ബുക്കിലെ അക്കൗണ്ടിൽ വരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ അയച്ചിട്ടുണ്ടത്. ആർക്കെങ്കിലും ഇത് എടുത്ത് ഇടാം. യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ വൃത്തികെട്ട BJPയുടെ ഉത്തർപ്രദേശിലെ പന്നേമാർ ഭരിക്കുന്ന സ്ഥലത്ത് ഒരു കൗമാരപ്രായമുള്ള 15-16 വയസ്സുള്ള നല്ലൊരു പെൺകുട്ടി ചികിത്സ കിട്ടാതെ മരിച്ച്. ആരാരോഗം പിടിച്ചൊന്നും കിടന്നില്ല. നല്ലപോലെ ഇരുന്ന കുഞ്ഞിനെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ട് ചെന്ന് കൊന്നുകൊടുത്ത്. ആ രംഗം കണ്ടിട്ട് സഹിക്കുന്നില്ല. ഈ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലാണിത്. യു പി മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് യു പിയിൽ ഉത്തർപ്രദേശിലാണിത്. എനിക്ക് നിങ്ങൾക്ക് എടുത്തിട്ട് തരാൻ അറിയില്ല. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ രംഗം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിത് കാണണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫേസ്ബുക്കിലെ അക്കൗണ്ടിലുള്ള എല്ലാവർക്കും ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.